പാല്, യോഗട്ട്, പാല് മാത്രം. എന്നാ വന്നിട്ട് ചായ ഉണ്ടാക്കാം. ദോശയും ഉള്ളിച്ചമ്മന്തി ആക്കാൻ രാവിലെ. ഒരു പൊളി പൊളിക്കും. Hey Yuvansh. Hey Yushi. ഒരു ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് യൂഷി. യൂഷി രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ യൂഷി? ഓട്സും ഡേറ്റ്സും നല്ല പഴുത്ത മാങ്ങയാണ് ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്. എടുത്ത ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് ഇത് പകുതി ഞാനും കഴിക്കും. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കണോ? അമ്മേനെ നോക്കിയിരിക്കണോ? നമ്മളിവിടെ അടിപൊളിയായിട്ട് അടിക്കണം അല്ലേ? നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ഹൈ ചെയറിൽ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇത് യുവിയുടെ പുതിയ ഹൈ ചെയർ ആണ് അല്ലേ? യുവി ഇപ്പൊ ഇതിൽ ഇരുന്നിട്ടാണ് അപ്പാപ്പ് മുഴുവൻ കഴിക്കാറ്. യുവി ഇവിടെ ഇരുന്നിട്ട് ഞാനും വിഷ്ണു ഇവിടെ ഉള്ളപ്പോ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഫുൾ വർത്താനം പറയുക ചെയറിൽ ഇരുന്നിട്ടാ അല്ലേ? അത് മനസ്സിലാവുണ്ട് ഞാൻ ക്യാമറ നോക്കിയാ സംസാരിക്കുന്നതെന്ന് അല്ലേ? എന്താണ്, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കണു. ഇന്നലെ എനിക്ക് വിഷ്ണുവിനും കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. ഒരു ലോങ് ഡേ ആയിരുന്നു. കുറേ കാര്യങ്ങൾ ഡീലിങ്ങും സംസാരിക്കലും ഒക്കെ ആയിട്ട് കടന്നു വന്നപ്പോക്ക് രാത്രി ഒരു 2 മണിയായി. അതിനിടയിൽ എപ്പോഴോ വിഷ്ണു ഉറങ്ങിപ്പോയി. ഞാൻ 2 മണിയായി കിടന്നപ്പോൾ. ഇന്ന് രാവിലെ 7:45 ആയി കഴിഞ്ഞപ്പോൾ എണീക്കേണ്ടി വന്നു. 7:45 എന്ന് പറയുമ്പോൾ ഇന്നിവിടെ ഡേ ലൈറ്റ് സേവിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കൺഫ്യൂഷൻ വന്നതിന് ശേഷം ഞാൻ വ്യക്തമായത് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പ്രിംഗ് ഫോർവേഡ്, ഓട്ടം, ഫോൾ സീസൺ ബാക്ക്വേർഡ്. ഇതൊരു കമന്റ് സെക്ഷനിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അത് ഓർത്ത് വെക്കാന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് ഇവിടെ ഡേ ലൈറ്റ് സേവിങ് സ്റ്റാർട്ട് ചെയ്തു. അതായത് രാത്രി കൃത്യം 1:59 കഴിഞ്ഞ് അടുത്ത സമയം 3 മണിയായിരുന്നു. അതായത് 1 മണിക്കൂർ നമ്മൾ മുന്നിലോട്ട് പോയി. അപ്പോൾ ഇപ്പൊ ക്ലോക്കിൽ കാണിക്കുന്ന സമയം 11 മണിയാണെന്നുണ്ടെങ്കിലും ശരിക്കും നമ്മളുള്ളത് 10 മണിക്കാണ്. അപ്പൊ രാവിലെ എണീറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നതിന് ശേഷം കിടന്ന് ഞാൻ എണീറ്റ് വന്നപ്പോഴേക്ക് 10:30 ആയിട്ടുണ്ടടാ ഇല്ലേ? യുവി പക്ഷെ നേരത്തെ, യുവി ഇവിടെ റുട്ടീനിലാണല്ലോ ഓടുന്നത്. അതുകൊണ്ട് യുവി 7 മണി 7:15 ഇപ്പൊ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തുടക്കത്തിലെ കുറച്ച് മണിക്കൂറുകൾ അവർ ഭയങ്കര കച്ചറ ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ ബെഡിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുമായിരുന്നു. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. നമുക്കിങ്ങനെ ഒരു 7th മന്ത് തുടങ്ങിയതിന് ശേഷേ തൊണ്ണിങ്ങനെ തരിച്ചോണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ കടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതുകൊണ്ട് വായുടെ അകത്ത് എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും വേണം. ഔ ഔ ഔ, ഇത് യുവിയുടെ ന്യൂ ടീച്ചറാണ്. കാണിച്ചു കൊടുക്കൂ. ആഹാ, കാണിച്ചിടാനൊന്നും സമയമില്ല, കയ്യിൽ നിന്ന് വീണ് പോയത്. ഇഷ്ടമാണോ വിക്കി ടീച്ചർ? ഇത് നമുക്കിങ്ങനെ ഫ്ലോറിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും ചെയ്യാം കേട്ടോ. അപ്പൊ അവർക്ക് കമന്ന് കിടന്നു അത് കടിക്കാം. ബാക്കി അമ്മ അതിൻ്റെ അവിടെ കണ്ടോ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കടിക്കുമ്പോൾ കുറച്ചും കൂടി തരിപ്പ് തോന്നുമായിരിക്കും തോന്നണം. പിള്ളേരുടെ ഈ ഒരു ഏജ് ഭയങ്കര ക്യൂട്ടല്ലേ? കാരണം അവർ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഇവന് വേണ്ടി ഉണ്ടാക്കുന്ന പാത്രങ്ങള്, അവന്റെ സ്പൂണ്, അതേപോലെ അവന്റെ ഫീഡിങ് ബോട്ടിൽ കുറച്ച് മുന്നേ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയിരിക്കണം. പക്ഷെ കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ അവന് മനസ്സിലാവും അവന്റെ ഭക്ഷണമാണ് എന്നുള്ളതൊക്കെ. ലുവി, ഉവിയുടെയാണോ അത്? ഉവിയുടെയാണോ? എടുക്കട്ടെ. ഇത് പ്ലേറ്റിക്കും കൂടെ എടുക്കുമ്പോ കൈയ്യട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അടിക്കുന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓരോ സ്പൂണ് തമ്മിലും അധികം ഗ്യാപ്പ് ഉണ്ടാവുന്ന ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് അങ്ങനെ കുത്തി കയറ്റാൻ പറ്റില്ലല്ലോ. നമ്മൾ ടേസ്റ്റ് അറിയണം യുവി. ഓരോ സ്പൂൺ നമ്മൾ കഴിക്കുമ്പോഴും എന്ന് പറയണം, ഇത് വാന്ന് പറയണം. അല്ല നമ്മളെല്ലാം കൂടെ വായിക്കിട്ട് അടച്ചു വെക്കല്ലേ ചെയ്യ അല്ലേ? ഔ ഔ, പാട്ടുണ്ട്. രാവിലെ നമ്മൾ പാട്ടൊക്കെ പാടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അല്ലേ? എന്നിട്ട് പാട്ട് എന്താണ്? പൂച്ചക്കരയും മീയാവ് 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 മീയാവ്, വേലിക്കരയും ബൗ 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 ബൗ, കാക്കക്കരയും കാ 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 കാ, കുയില് കരയും കൂ കൂ, പിന്നെ ഉവി കരയും ആ. അങ്ങനെയാണ് ഉവി കരയ.
ഇത് എന്റെ പ്രശ്നമാണോ ഇവന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓരോ ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞാൽ ഒരു കുളിയാണ് ഇപ്പൊ. ഇതിപ്പോ ഇങ്ങനെ നമുക്ക് മുകളിൽ മൊത്തം ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിബില്ലേ, ഒരു ഷർട്ട് പോലെ ഇടാൻ പറ്റുന്ന, അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടില്ല. എന്റെ യുവി ഒറ്റ നല്ല ഡ്രസ് ഉണ്ട് പണക്ക് ഈ കളി കളിച്ചിട്ട്. അടി. യുവിയുടെ മുടി വെട്ടണമെന്നും വെട്ടണ്ടെന്നുള്ള അഭിപ്രായം നമ്മൾ കമന്റ് സെക്ഷനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവന്റെ മുടി വെട്ടാതിരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ജനിച്ചപ്പോൾ ഒരുപാട് മുടി ഉണ്ടായിരുന്നേ. പിന്നെ മുടി നല്ലോണം വളരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു രസമായിരിക്കുമല്ലോ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് നമ്മൾ മുടിയൊക്കെ നല്ല കെട്ടി ഒതുക്കി കൊണ്ട് നടക്കുമ്പോൾ എന്നുള്ളത്. പക്ഷെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഒരു ക്രീമോ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ കിഡ്സിന്റെ ക്രീം ആണെങ്കിൽ തന്നെ എല്ലാം ഒരു 1 ഇയറിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതേ ഞാൻ കണ്ടുള്ളൂ. അതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണേ. അതല്ലാതെ മുടി ഒതുക്കി കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ ഇന്നറും കൂടെ ഒന്ന് മാറ്റട്ടെ. ഇത് ഇന്നർ മാറ്റി അതിൻ്റെ മുകളിലൊരു സ്ലീപ്പ് സേവ് കട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ വരാം അല്ലേ അല്ലേ. അതാണ് ഉവി മുടി വെട്ടാത്തത്. പിന്നെ ഉവിക്ക് ആരും ഇവിടെ മുടിയിൽ തൊടുന്നത് ഉവിക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും മുടിയിൽ തൊട്ടാൽ ഉവി തന്നെ മുടി ഇങ്ങനെ പിടിച്ച് വലിക്കും അല്ലേ. അങ്ങനത്തെ കുറച്ച് വെച്ചനങ്ങളൊക്കെ ഉണ്ട് ഉവിക്ക്. ഇത്ര ഗുഡ് ബോയ് ഒന്നും അല്ല അല്ലേ. പാലും തേങ്ങാവെള്ളം ഓറഞ്ചുമായി വിഷ്ണു എത്തിയിട്ടുണ്ട്. കഴിക്കാം നമുക്ക് രാവിലെ കഴിക്കാം. വിഷ്ണുവിന്റെ മുഖം കിറുങ്ങിയിരിക്കുക കേട്ടോ. ഇന്നലെ നമുക്ക് കുറച്ചൊരു ലോങ് ഡേ ആയിരുന്നു. അപ്പൊ ഉറക്കം വളരെ 4 മണിക്കൂറൊറ്റേ കിട്ടിയിട്ടുണ്ടായിരിക്കുള്ളൂ ഇന്നലെ അല്ലേ. കഷ്ടി. താന്നൊരു കാര്യം ചെയ്തോളൂ, എൻ്റെ പോയി കിടന്നുറങ്ങിക്കോളൂ. ഓരോ ആൾക്കാർക്കും ഓരോ പ്രശ്നമല്ലേ. എനിക്ക് രാവിലെ ഉറങ്ങാതിരിക്കാൻ പറ്റില്ല, വിഷ്ണുവിന് രാവിലെ ഉറങ്ങാൻ പറ്റില്ല. എന്നൊരു കാര്യം ചെയ്യാം, താൻ ഇവിടെ നിന്നിട്ടൊക്കെ ചെയ്തോളൂ, ഞാൻ പോയി കിടന്നുറങ്ങാം. സമയം 11:54. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ബ്രഞ്ച് കഴിക്കാം. ശരിക്കും 10:54 കേട്ടോ. നമ്മളിപ്പോ സൺഡേ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് എടുക്കാറ്. മുന്നേ നമ്മള് മീൽ പ്രപ്പിംഗ് പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഓട്ടോ ഉണ്ടായിരുന്നല്ലോ. അതായിരുന്നു നമുക്ക് ഒരു വീക്കിലോട്ട് സത്യം പറഞ്ഞാൽ ഫ്യൂവൽ ആയിട്ടുള്ളൊരു സംഗതി. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ അത് മാനേജ് ചെയ്യാൻ പഠിച്ചു അല്ല നമ്മൾ രണ്ടുപേരും. ചെറിയ ഗ്രോസറി ഷോപ്പിങ്ങും പിന്നെ ഇപ്പൊ കുറെ ഡയറ്റ് ഫുഡാ കഴിക്കുന്നത് കേട്ടോ. ഡയറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മുടെ യൂഷ്വൽ റെഗുലർ ഫുഡാ കഴിക്കുന്നത്. അപ്പൊ അതിനങ്ങനെ ഭയങ്കര കുക്കിംഗ് വരില്ലല്ലോ. എന്താ ചെയ്യണേ? ബാക്കിൽ യുവിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ കേട്ടില്ലെന്ന് അടിക്കട്ടോ. ഉറക്കം വന്നു തുടങ്ങിയിട്ട് യുവിനെ ഇപ്പോൾ വിഷ്ണു കൊണ്ടൊക്കെ കിടത്താൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മുടെ രാവിലത്തെ ബ്രഞ്ച് ചായ. പിന്നെ ഇത് ദോശമാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിയ ദോശമാവ് കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശക്കല്ല് ഉണ്ടാക്കുന്ന ആദ്യത്തെ ദോശ എപ്പോഴും ഒരു ഡിസാസ്റ്റർ ആയിരിക്കും. ഇതൊരു ദൊഡ്ഡലി ആയിട്ടുണ്ട്. അമ്മയും അച്ഛനും ഇവിടെ വന്ന സമയത്ത് ഒരുപാട് നമ്മൾ പായസം ഉണ്ടാക്കുമായിരുന്നു. ആ സമയത്ത് അവർ പൊടിച്ചു വെച്ചതാട്ടോ. പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചതാണ്. അത് ഈ പറയുന്ന പോലെ എക്സ്ട്രാ വന്നത് ചില സമയങ്ങളിൽ കുറച്ച് നമ്മള് ചായയിൽ ആഡ് ചെയ്യും. അപ്പൊ നല്ല ഒരു ഏലക്ക ചായ ഫീല് നല്ലോണം കിട്ടും. എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ്. ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ദോശ ചമ്മന്തിയും കൂടെ ആയിരുന്നു. പക്ഷെ എന്താ റീസൺ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാത്രി എനിക്ക് ദോശ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് അസിഡിക് ഇഷ്യൂസ് വരും. എനിക്ക് ഓൾറെഡി ഭയങ്കര സെൻസിറ്റീവ് സ്റ്റമക്കാണ്. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. രാത്രി ഭയങ്കര നെഞ്ഞരിച്ചിലും വയറുവേദനയും ഒക്കെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഞാൻ കഴിക്കുന്നത് ദോശയാണെങ്കിൽ പ്രശ്നമാണ്, ഇഡ്ഡലി ആണെങ്കിൽ പ്രശ്നമില്ല. ഇതിനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇന്നലെ രാത്രി ഇഡ്ഡലി ആയിരുന്നു. ദോശ ഞാനിങ്ങനെ രാവിലെ ആവാൻ കാത്തുകയായിരുന്നു കഴിക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ ചെറുതായിട്ട് ഫുഡ് കൺട്രോളും ഡയറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, മോർ ലൈക്ക് ഒരു ലൈഫ് സ്റ്റൈൽ പോലെയൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്യണത്. കാരണം ഇതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കണമല്ലോ. നമ്മളൊരു 6 മാസം ഡയറ്റ് ചെയ്ത് നമുക്ക് വേണ്ട പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഒരു 6 മാസം നമുക്ക് തോന്നിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു 6 മാസത്തെ എഫക്ട് കംപ്ലീറ്റ് പോയില്ലേ. അപ്പൊ മോർ ലൈക്ക് നമ്മൾ രണ്ടുപേരും ട്രൈ ചെയ്യുന്നത് ഇതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഫോളോ ചെയ്യണം. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കുള്ള ദിവസമാണ്. അപ്പൊ ആ ദിവസങ്ങൾ നമ്മൾ ഫുഡും കുറച്ച് ആ രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് കഴിക്കും. സൺഡേ മോസ്റ്റ്ലി നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. ഓൾറെഡി നമ്മൾ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് കഴിച്ചു വരുമ്പോൾ നമ്മുടെ വയറിന്റെ കപ്പാസിറ്റി നമുക്ക് ഒരുപാട് കഴിക്കണം എന്ന് അങ്ങനെ തോന്നില്ല. നമുക്ക് വേണ്ടത് കഴിക്കണം എന്നേ തോന്നുള്ളൂ. അപ്പോ സൺഡേ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കാറുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറുണ്ട്. എനിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എനിക്ക് ചോറ് കഴിക്കണം. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഒരു സ്നാക്കോ രാത്രി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ് സൺഡേ നമ്മൾ കഴിക്കാറ്. എന്നാലും ഇതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പരിപാടിയാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു കാലം ചെയ്താൽ നമുക്ക് ബോറടിക്ക് നിർത്തും. പിന്നെയും നമ്മൾ എല്ലാം വലിച്ചു വാരി കഴിക്കുന്ന ഒരു ഇതിലോട്ട് പോയി പോകും.
നല്ല എരിവുള്ള ഉള്ളിച്ചമ്മന്തിയാണേ. എനിക്കിങ്ങനെ ഉള്ളിച്ചമ്മന്തിയിൽ ഇങ്ങനെ ഇന്ന് വലിക്കുന്ന എരിവില്ലേ, അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എരിഞ്ഞിരിക്കുന്ന സമയത്ത് നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ കണ്ണിൽ വെള്ളം വരിക, ഇവിടെ മൊത്തം ഇങ്ങനെ ഭയങ്കര എരിഞ്ഞിട്ടുള്ളൊരു ഫീൽ വരില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കേട്ടെ, എനിക്ക് എൻ്റെ ഉള്ളിച്ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഉള്ളിയൊക്കെ വാട്ടി, ഞാൻ ആദ്യം ഉള്ളി ഒന്ന് വാട്ടിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യും, പിന്നെ കുറച്ച് എന്താ ആഡ് ചെയ്യാം, കശ്മീരി ചില്ലി ആഡ് ചെയ്യും, പിന്നെ നമ്മുടെ പിരിയൻ മുളകില്ലേ അതൊന്ന് ചുട്ടിട്ട് അത് ആഡ് ചെയ്യും, പിന്നെ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, ഉപ്പിടും, ഒരു ചെറിയ കഷ്ണം പുളി, കുഞ്ഞ് കഷ്ണം കേട്ടോ, പുളി എന്ന് ഫീൽ ചെയ്യരുത്, അത്രമാത്രം കുഞ്ഞ് കഷ്ണം പുളി നല്ലോണം അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഉള്ളിച്ചമ്മന്തി ഇട്ട് നല്ലോണം ഈ ഒരു കളറാവുന്നത് വരെ ഇങ്ങനെ ചൂടാക്കി എടുക്കും. അപ്പോൾ ആ ഉള്ളിയുടെയൊക്കെ ഒരു നല്ല ടേസ്റ്റ് വരാം. എന്നിട്ട് വേണം നമ്മൾ ഈ ചൂട് ചായ ഊതി കുടിക്കാൻ. എന്താ അടിപൊളി വെതർ എന്നറിയോ? ഞാനൊരു മൂഡിൽ വന്നത്. അത് വലിയ തണുപ്പൊന്നുമില്ല, വിഷുവിന് തണുപ്പ് കുറച്ച് കൂടുതലാണ്, ചെറിയൊരു തണുപ്പുണ്ട്, പക്ഷെ നല്ല സൂര്യപ്രകാശം, നല്ല കാറ്റ്, നല്ല അടിപൊളി വെതർ. വീട് ക്ലീൻ ചെയ്യാനായോ? കഴിഞ്ഞ ഒരു മാസമായിട്ട് വിഷ്ണുവിന് വന്ന വലിയൊരു മാറ്റമാണ് വീട് ക്ലീനിങ്. ഇപ്പോൾ നമ്മളിങ്ങനെ തിരക്കൊക്കെ ആയിട്ട് വേറെ കുറേ കാര്യങ്ങളാണ് പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഇപ്പോൾ മാറ്റി വയ്ക്കാറ്. മുന്നേ വിഷ്ണു ആയിരുന്നു മാറ്റി വെച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ വിഷ്ണുക്ക് കൃത്യമായി വീട് ഭയങ്കരമായി ക്ലീൻ ചെയ്യും, ഭയങ്കരമായിട്ട് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യും, കറക്റ്റായിട്ട് അലക്കും. ഞാൻ വിഷ്ണുവിനെ പറ്റിയിട്ട് നല്ലത് എവിടെയും പറയാറില്ല എന്നാണ് വിഷ്ണു പറയണത്. ഞാൻ ഇന്നലെ പറഞ്ഞു വിഷ്ണു ഇപ്പോൾ അടിപൊളിയാണ്, കറക്റ്റായിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കളയാറുണ്ട്, കറക്റ്റായിട്ട് എല്ലാം എടുത്ത് വെക്കാറുണ്ട്, പൊളിയാണ് കേട്ടോ. ഉമ്മ തട്ടിട്ടാ. നമുക്ക് ഈ ഒരു നല്ല വിൻ്ററൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ചെറിയ ഇലകളൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷം മനസ്സിനെന്നറിയോ. അതിങ്ങനെ പൂത്ത് വരുന്ന സമയത്തൊക്കെ, തളിർത്ത് വരുന്ന സമയത്തൊക്കെ ഒരു ഭയങ്കര മനസ്സിനൊരു പ്രത്യേക സുഖവും സന്തോഷമൊക്കെ തോന്നും. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നേച്ചർ എന്നുള്ളതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്താണ്. ഇവിടെയൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടോ, നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട്. കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് വെതർ ശരിക്കും ഒന്ന് നല്ല ബെറ്ററായി തുടങ്ങിയത്. മുന്നേയൊക്കെ ഞാൻ ഇത് ക്ലീൻ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ആ പരിപാടിയൊക്കെ കുറച്ച് അവസാനിപ്പിച്ചു. ഞാനിപ്പോൾ എന്താ പറയുക, അൻഷിഫൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഗാർഡനും ക്ലീൻ ചെയ്യും, അപ്പോൾ പുള്ളീനെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരുപാട് കാര്യമുള്ളതുകൊണ്ടേ നമ്മളിപ്പോൾ കുറച്ചും കൂടെ ബിസിയാണല്ലോ. മുന്നത്തെ അത്ര നമ്മൾ ഫ്രീ അല്ല ലൈഫിൽ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ, യുവയുടെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ, വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം മുന്നത്തെ പോലെ തന്നെ നമ്മൾ എല്ലാം കൊണ്ടുപോകണം എന്നുള്ളത് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ബിസിയായി പോകും, നമുക്ക് വേണ്ടിയിട്ട് സമയമില്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പിന് ആളെ വെക്കുക. ഇത് എന്നോട് ആക്ച്വലി ദീമേമ പറഞ്ഞൊരു കാര്യം കേട്ടോ. എനിക്കത് ഭയങ്കര എന്താ പറയുക, ഞാൻ ലൈഫിൽ ഇങ്ങനെ എടുക്കാറുള്ളൊരു കാര്യമാണത്. കാരണം നമുക്ക് ചില കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ തന്നെ ചെയ്തെത്തണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു വാശി എനിക്കുണ്ടായിരുന്നു, എല്ലാം ഞാൻ തന്നെ ചെയ്യും എന്നുള്ളത്. പക്ഷെ എന്നോട് ദീമേമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചില കാര്യങ്ങൾ വേറെ ആളെ വെച്ച് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഒരാൾക്കൊരു ജോലി കിട്ടുന്ന കാര്യമായിരിക്കും, ഒപ്പം നമുക്ക് അവിടെ ഒരു ഫ്രീ ടൈമും ആയിരിക്കും. അപ്പോൾ അതിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്താലാണ് ലൈഫ് നമുക്ക് ചില്ലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ചില്ലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അധികമൊന്നുമില്ല. ഇപ്പം ഇങ്ങനത്തെ ഗാർഡൻ ക്ലീനിങ് ഒക്കെ നമ്മളിപ്പോൾ ഒരാളെ വെക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇതുവരെ വെച്ചിട്ടില്ല, വെക്കും തോന്നണം. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് വിഷ്ണു ഡിഷ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഇപ്പോൾ ഡിഷ് പോഡ്കാസ്റ്റ് കേട്ടിട്ടും അതേപോലെ തന്നെ പാട്ട് കേട്ടിട്ടൊക്കെയാണ് ക്ലീൻ ചെയ്യാറ്. ലെറ്റ് ഹിം ഡു. എനിക്കും സത്യം പറഞ്ഞപ്പോൾ ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യും, നമുക്ക് മീൽ പ്ലാൻ ചെയ്യാം. മീൽ പ്ലാൻ ഞാൻ ഏകദേശം ചെയ്ത് വെച്ചായിരുന്നു, പക്ഷെ ഒന്ന് ചെയ്ത് വെക്കാം. എനിക്ക് അത്യാവശ്യം കുറച്ച് സമയമെടുക്കുന്ന ഒരു കാര്യമാണ് ഈ മീൽ പ്ലാനിങ്. ഇതിൽ നമ്മൾ ഏത് നേരം എന്ത് കഴിക്കുന്നു മാത്രമല്ല, ഞാനിങ്ങനെ ഷോർട്സിലൂടെ കുറച്ച് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാറില്ലേ. അപ്പോൾ അത് ഏത് ദിവസം ഏത് സമയം ഷൂട്ട് ചെയ്യുന്നൊരു ചെറിയ പ്ലാനിങ് ഇപ്പോൾ ഉണ്ടാക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ എല്ലാ ദിവസവും ഒരുപാട് കുക്കിംഗ് ടൈം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് വരാത്ത രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കഴിക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രൈഡേക്കോ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേയിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് കുക്കിംഗ് ടൈം കുറവുള്ള രീതിയിലുള്ള സാൻഡ്വിച്ചസും റാപ്പും സാലഡ്സും ഒക്കെ കൂടുതൽ മൺഡേ ടു തേഴ്സ്ഡേ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ.
ഇവള് ഞാൻ പകുതി കേൾക്കപ്പോ എനിക്ക് ചിലപ്പം രണ്ടു പ്രാവശ്യം കേൾക്കണം. അപ്പൊ ഞാനിങ്ങനെ നിങ്ങൾ കേൾക്കണല്ലോ. ഇവിടുത്തെ ഒരു ഡച്ച് എക്സാം എഴുതി പാസ്സാവേണ്ട പരിപാടി ഉണ്ടല്ലോ, അത് വിഷ്ണു എഴുതി പാസ്സായി, വിഷ്ണു PR കിട്ടി. അപ്പോ ഞാൻ ഇപ്പോഴും എഴുതിയെടുത്തിട്ടില്ല. എനിക്ക് അന്ന് പെൻഡിങ് ആയിട്ടുള്ള ഒരു പരീക്ഷ ഉണ്ടാവില്ല, അത് ഇനി എഴുതാനുണ്ട്. ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഉച്ചയ്ക്കല്ല, വൈകുന്നേരത്തേക്ക് എന്താ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചായക്ക് പകരം ഇന്നത് കഴിക്കാൻ വിചാരിച്ചു. ഇന്നലെ ഇന്ത്യൻ സ്റ്റോർ പോയപ്പോഴേ നല്ല വെണ്ടയ്ക്ക കിട്ടി, അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇതും 2 ഉപ്പേരി നമുക്ക് ആക്കാം. പിന്നെ നമ്മുടെ യൂഷ്വൽ മുട്ട വറുത്തതും ഒരു ചോറും. അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇവിടെ നമ്മൾ വഴുതനങ്ങയും അതേപോലെ വെണ്ടയ്ക്കയും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് വെണ്ടയ്ക്ക ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യില്ലേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, കുറച്ച് നമ്മുടെ മസാലയൊക്കെ ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. പൊതുവേ ഈ വഴുതനങ്ങയിൽ ഈ വഴുവഴുപ്പ് എനിക്കിഷ്ടമല്ല. അതേപോലെ തന്നെ ഇത് വെണ്ടയ്ക്കയാണ്, വെണ്ടയ്ക്ക വഴുവഴുപ്പ് എനിക്കിഷ്ടമല്ല, വഴുതനങ്ങയിലെ വഴുവഴുപ്പ് എനിക്കിഷ്ടമല്ല. മുന്നേ ഈ അമ്മ ഇങ്ങനത്തെ പച്ചക്കറിയൊക്കെ നമ്മളെല്ലാം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലിങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമല്ലോ. പിന്നെ ഈ വഴുതനങ്ങ അന്ന് നമുക്ക് തൊടിയിലൊക്കെ ഉണ്ടായിരുന്നു, പറമ്പിൽ അച്ഛൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ചോറ് വിളമ്പി കഴിഞ്ഞാൽ കഴിക്കുന്നതിൻ്റെ മുന്നേ ഒരു വരമ്പ് വരച്ചിട്ട് ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുമല്ലോ നമ്മൾ ചില പച്ചക്കറികളൊക്കെ. അതിൽ പെട്ടിരുന്ന 2 പച്ചക്കറികളാണ് ഈ ഇരിക്കുന്ന മനോഹരമായ 2 പച്ചക്കറികൾ. ഇപ്പോൾ പൊന്നും വില കൊടുത്തിട്ട് നമ്മളിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഇത് വാങ്ങിക്കുന്നു, അതിനുശേഷം ഉണ്ടാക്കി കഴിക്കുന്നു. എന്താ അല്ലേ, ക്രേവിയൊക്കെ ചെയ്യുന്നു വെണ്ടയ്ക്കും വഴുതനങ്ങയൊക്കെ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ ഞാനിത് രണ്ടും എളുപ്പത്തിലാണ് ഉണ്ടാക്കാറ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രണ്ടും ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു സ്റ്റൈല് ഞാൻ കാണിക്കാം. എനിക്ക് എപ്പോഴും കുറച്ച് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന രീതിയിലാണ് പച്ചക്കറികൾ ഇഷ്ടം, ഉപ്പേരികളും. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. നമ്മുടെ 2 ചട്ടിക്കും കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ സൺഫ്ലവർ ഓയിലുള്ള കുക്കിംഗ് തൽക്കാലമായിട്ട് ഭയങ്കര ഡീപ്പ് ഫ്രൈ ചെയ്യണമൊക്കെയാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ സാധാരണ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ആണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ തീർന്നു, അതുകൊണ്ട് നമ്മൾ ഇതിലാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. 2ലും നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നേരെ നമ്മുടെ പച്ചക്കറി മാത്രമാണ്. ഇത് നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു വലിയ ചട്ടിക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വെണ്ടയ്ക്കയാണ്, ഇത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ അതേപോലെ ഈ ചട്ടിക്കും ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 പച്ചക്കറിയും ഏകദേശം ഇങ്ങനെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര എണ്ണ ഇടണമെന്നില്ല, എണ്ണ കുറച്ച് കൂടിയതാണ്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് വഴണ്ടി വന്നപ്പോൾ. ഇനി എല്ലാ പച്ചക്കറികൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്വാദ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നാറ്. എനിക്കല്ല, ശരിക്കും അതുണ്ടല്ലോ. ഈ മറ്റേ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും പ്രോൺസ് ആണെന്നുണ്ടെങ്കിലും ബാക്കി ഏത് മീറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അതേപോലെ. അപ്പോൾ നമ്മളിത് ഓവർ സാധനങ്ങളിട്ട് നശിപ്പിക്കുകയൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് മാത്രം ഒരു മുളക് പൊടി, കുറച്ചൊരു മഞ്ഞപ്പൊടി, കുറച്ച് ചിക്കൻ മസാല നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. കഴിഞ്ഞു നമ്മുടെ 2 ഉപ്പേരി. നടക്കാൻ പോവാം, നമുക്ക് കഴിച്ചിട്ട് പോവാം. സമയം 3 മണിയായി. നമ്മുടെ ഈ ലഞ്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. യുവി ഒരു 4 മണിക്കൂർ ഉറക്കത്തിന് ശേഷം എണീറ്റു അല്ലേ? 11:30, 12:30, 1:30, 2:30, 3. 11:30 അറിയില്ല, 12 മണിക്ക് അറിയുന്നത് എന്താ നമ്മൾ ലഞ്ച് വെച്ചാൽ 12:30. അപ്പൊ അതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എനിക്ക് ഉറങ്ങിയിട്ടുണ്ടാവുക. ഇവരെ കിടത്തി വന്നിട്ടാണ് ദീപനെ വിളിച്ചത്, ഓർമ്മയുണ്ടോ? അപ്പൊ 3 മണിക്കൂർ ഉറങ്ങി അല്ലേ? സുന്ദരമായിട്ട് ഉറങ്ങി. എടോ ഞാനൊരു കാര്യം പറഞ്ഞു, ഇന്നലെ റോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോടും കൂടെ പറയുന്നത്. എന്നിട്ട് റോസ് പറയാ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വ്ളോഗിൽ ഞാനും റോസും ഇല്ലല്ലോ, അപ്പൊ റോസിന്റെ കമന്റ് സെക്ഷനിൽ 1-2 ഡിസ്കഷൻ ഞാനും റോസും അടിച്ചു പിരിഞ്ഞു എന്ന്. എനിക്കൊന്ന് അടിച്ചു പിരിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എവിടെയും പോകുന്നു എന്നുള്ള റോസ്. ഇതങ്ങനെ ഇപ്പം എനിക്ക് തോന്നണേ കുറച്ചായിട്ട് എൻ്റെ വ്ളോഗിലും റോസിൻ്റെ വ്ളോഗിലും ഞാൻ അവിടെയും റോസ് ഇവിടെയും ഇല്ലല്ലോ. ഞാൻ ആക്ച്വലി ഒരു മാസം തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാറുണ്ട് ഏതൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുക എന്നുള്ളത്. കാരണം എല്ലാം നമ്മൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം എൻജോയ് ചെയ്യാനുള്ളൊരു സമയം ഫുൾ അതിൽ കിട്ടില്ലല്ലോ. അപ്പോൾ പ്ലാൻ ചെയ്ത വീഡിയോസാണ് റോസിനായിട്ട് എടുക്കാറ്, അല്ലെങ്കിൽ വേറെയുള്ള ആൾക്കാർ നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ. അപ്പോൾ ബാക്കി അതല്ലാതെ ഇതിൻ്റെ ഇടയിൽ ഞാൻ റോസ് 3-4 തവണ മീറ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ റോസ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താ റോസ് ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നത്? ഒരു സ്പ്രിംഗ് ജാക്കറ്റ്, ഒരു ക്രീം കളർ. നമ്മൾ നടക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഇന്ന് അത്ര വന്നിട്ടില്ല.
അപ്പോൾ അതൊക്കെ ആയിട്ട് റോസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ റോസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3 ദിവസം കൊണ്ട് വിളിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ എന്നെ അങ്ങനെ അടി ഉണ്ടാക്കി തെറ്റിപ്പിരിയുന്ന ഒരാളായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ. ഞാൻ ജീവിതത്തിൽ അങ്ങനെ അടി ഉണ്ടാക്കി മിണ്ടാതിരുന്നിട്ടുള്ളത് ആകെ അൽക്കടടുത്തായിരിക്കും. പക്ഷെ അതന്നെ എനിക്ക് 1 കൊല്ലം ബോധറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മിണ്ടി. എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ആൾക്കാരായിട്ട് ഉണ്ടാവും, തെറ്റിദ്ധാരണകളും ഒക്കെ. പക്ഷെ അത് പറഞ്ഞു തീർക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതിങ്ങനെ ഒപ്പം കൊണ്ട് നടക്കുമ്പോഴേ നമ്മൾ തന്നെയാണ് ഒരുക്കി തീരാറ്. അപ്പോൾ ആ സ്വഭാവം ബേസിക്കലി എനിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിഷ്ണുവിനെ തൊട്ടില്ല. വാപ്പിക്കും അത് വേണ്ട കേട്ടോ. അത് ഗുഡ് ഹാബിറ്റ് അല്ല നമ്മളിങ്ങനെ തെറ്റുന്നത് ആൾക്കാരായിട്ട് കേട്ടോ. നമുക്ക് പെച്ചനുണ്ടായി നമ്മൾ പടഞ്ഞു തീർക്കണം കേട്ടോ. തെറ്റിടിക്കരുത്. ആ അതെ, എൻ്റെ യൂഷിയുടെ ലൈഫല്ലേ. യൂഷി വന്നപ്പോ ലഞ്ച് ടൈം ആയി, സീറ്റിലിരുന്നു. ഹാപ്പി ബോയ് ആണ്, ഹാപ്പി ബോയ്. അവൻ്റെ ഡ്രസ്സ് പൊങ്ങിയിരിക്കണം. നമ്മൾ ലഞ്ചിന് ആദ്യം ഇവന് കുറച്ച് ബ്രെഡ് കൊടുക്കും കേട്ടോ. കുറച്ച് ബ്രെഡല്ല, ഒരു ബ്രെഡ് ഇങ്ങനെ കുഞ്ഞു പീസായി കട്ട് ചെയ്തെടുത്തിട്ട് അവനത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇന്ന് ലഞ്ചിന് യുവിക്ക് കുറച്ച് ചോറും പംകിനും ക്യാരറ്റും ദാലുമാണ്. യാ ഞാൻ ആക്ച്വലി ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങൾ, എനിക്കാണ് പേടി കുറവ് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വിഷ്ണു എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇതിന് എനിക്കും കുറച്ചൊരു പേടിയുണ്ട്. ഈ ചോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പേടി വരിക അതില്. അപ്പൊ അതുകൊണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഇവന്റെ GGD അപ്പോയിന്റ്മെന്റ് എന്ന് പറയും, ഇവിടുത്തെ ഒരു 4, 8, 12 ആഴ്ച കൂടുമ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിലവര് പറഞ്ഞു ഇപ്പൊ തന്നെ നമ്മൾ ലേറ്റ് ആണ് ഇത് തുടങ്ങാൻ, ഇത് ഇവനെ ചെയ്യിപ്പിക്കാൻ. ഇത് കണ്ടപ്പോ അത് വിട്ടു. കുറച്ചും കൂടെ വലുതാണ്, അല്ലാതെ വിട്ടായിരുന്നു. അപ്പൊ അവൻ കഴിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വായവിട്ട് മെല്ലെ അലിഞ്ഞ് അതങ്ങനെ കഴിക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് നമ്മൾ ബ്രെഡല്ല ഇടാം. നമ്മള് ഇഡ്ലിക്ക് മാറും, ഇഡ്ലി കേട്ടോ. ഞാൻ ആ ചീര കളയണ്ടെന്ന് വെച്ചിട്ട് ചീര കൊണ്ട് ഒരു താളിപ്പ്. കറിയില്ല, ഇത് താളിപ്പ് കറിയില്ല. വിഷ്ണുവിന് കറിയുടെ ആവശ്യമുണ്ട്. കറി ഇല്ലാതെ വിഷ്ണു കഴിക്കുന്ന ഒരു സാധനം തൈര് സാധാരണ ഇല്ല. മാൻ കം ഹിയർ, എന്നിട്ട് ഉണ്ടാക്കൂ. ഇങ്ങനെ ഇരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നു കുറച്ച് ടയർഡാണ്. ഇന്ന് എനർജി എനിക്ക് കേട്ടോ. ഇത് നമ്മളെ ഒരു താളിപ്പ് ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ മലപ്പുറത്തുള്ള സ്ഥിരം ഒരു കറിയാണ് കേട്ടോ. ഇത് ചീര വെച്ചിട്ടല്ല, മുരിങ്ങയുടെ ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇങ്ങനെ വറക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഉള്ളിയും മുരിങ്ങയുടെ ഇലയും കൂടെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്ന നമ്മുടെ സാധാ നമ്മുടെ താളിപ്പാണത്. അപ്പോൾ ഇവിടെ മുരിങ്ങയുടെ ഇല ഇല്ലാത്തത് കാരണം ഞാൻ ചീര വെച്ചിട്ടാണ് അത് ചെയ്യണത്. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കും. വെള്ളം തിളച്ച് വരുമ്പോൾ അതിൽ ചീര ഇടും. അത്രയേ ഉള്ളൂ. നല്ലോണം വെള്ളം ഒഴിക്കുക. ഇത് ശരിക്കും കഞ്ഞിവെള്ളം ഒഴിക്കേണ്ടതേ. ഇതിൽ ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അതിലോട്ട് ഈ ചീര ആഡ് ചെയ്താൽ നമ്മുടെ താളിപ്പ് റെഡി. നമ്മുടെ താളിപ്പ് റെഡി. ഇതിൽ ശരിക്ക് കിടക്കുന്ന പച്ചമുളകില്ലേ, അതൊക്കെ ഉടച്ചിട്ട് നമ്മൾ ചോറിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ടേസ്റ്റാണോ എന്ന് എനിക്കറിയില്ല. കാരണം കുറച്ച് ചീര ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് വെച്ചിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. ശരിക്കും മുരിങ്ങയുടെ ഇല വെച്ചിട്ടാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഞ്ഞിവെള്ളത്തിൽ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലല്ല, ഇത് സാധാ വെള്ളമാണ്. കഞ്ഞിവെള്ളത്തിൽ ഒന്നിങ്ങനെ ആക്കി വെക്കൂ. ഈ പാട്ട് ഞാൻ ഒരു ബുക്കിലും പഠിച്ചിട്ടില്ല. താൻ കേട്ടിട്ടുണ്ടോ? റീമിക്സോ? ഇതിപ്പോ എല്ലാ ആൾക്കാരും പാടുന്ന പാട്ടായിരിക്കും. നമ്മുടെ ലഞ്ച് റെഡി. ലഞ്ചല്ല, സമയം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റേ നല്ല കറുമുറ വെണ്ടയ്ക്ക വറുത്തത്. ഇത് നമ്മുടെ വഴുതനങ്ങ എത്രയായാലും ഒരു ഞവുണ്ടായിരിക്കും അതിന്. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക എടുക്കാം. ഓംലേറ്റ് ഉണ്ട്, ആംപ്ലേറ്റ്. ഇനി
നമ്മുടെ താളിപ്പ്. ഇതിൽ മറ്റേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, പച്ചമുളകാണ് ഇതിൻ്റെ ഗെയിം ചേഞ്ചർ. അപ്പോൾ നമ്മളിങ്ങനെ തിരഞ്ഞ് പച്ചമുളക് പെറുക്കി എടുക്കണം. എന്നിട്ട് അതും കൂടെ ഒഴിച്ചാൽ നമ്മുടെ സൺഡേ ലഞ്ച് റെഡി. ആക്രാന്തത്തിൽ എടുത്തപ്പോൾ ചോറ് കുറച്ച് കൂടി പോയിട്ടോ, കുറച്ച് നോക്കിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഒരറ്റെടുപ്പൊക്കെ എടുത്തു കഴിക്കാൻ കേട്ടാ, തടിയൊക്കെ കൊണ്ട് പോരട്ടെ. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പച്ചമുളകൊന്ന് ഇതിലോട്ട് ഇങ്ങനെ ഞരണ്ടി ചേർക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് ബ്രിഞ്ചാളും മുട്ടയും വഴുതനങ്ങ നമ്മളിടത്തേക്ക് തന്നെ. അതിനുശേഷം നല്ലോണം കുഴച്ച് ഒരു വായ. കൊള്ളോട്ടോ. ആ ചീരയുടെ താളിപ്പ് നന്നായിട്ടില്ലേ? വിഷ്ണുവിന് ഇഷ്ടമല്ല അങ്ങനത്തെ താളിപ്പും ഒന്നും. പക്ഷേ പച്ചമുളകിൻ്റെ എരിവും ചീരയും എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കും. കാരണം നന്നായിട്ട് ചീര അകത്തുമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ചീരയുടെ ഉപ്പേരി അത്ര ഭയങ്കര താല്പര്യമുള്ള സാധനമല്ല. ആ കൊള്ളാം. ഈ ചീരയും മുട്ടയും നല്ല കോമ്പിനേഷൻ കേട്ടോ. വിഷ്ണുവിന് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇതാ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ടോ? പുള്ളി ഇരുന്ന് ചോറുണ്ണു. ഞാൻ കാണിച്ചത് പുള്ളി ഇരുന്ന് ചോറുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ പുള്ളിയുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. പുള്ളിനെ അതേപോലെ ഉരുട്ടി പുള്ളി ഇങ്ങനെ ചോറുണ്ണത്. IPL സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ നമുക്ക് അടുത്തൊരു എയിമായിട്ടുണ്ട്. UV ക്രിക്കറ്റ് കാണാതിരിക്കാൻ, അല്ലെങ്കിൽ TV കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടൊരു മതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് UVക്ക് കാണാൻ പറ്റില്ല. UV എത്തി മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ ക്രിക്കറ്റ് നടക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ക്രിക്കറ്റ് ഓഫ് ചെയ്യണം, UV TV കാണിക്കരുത് എന്നാണ്. UV മാക്സിമം തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അല്ലേ? നമ്മളൊന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ മുഴുവൻ നമുക്കൊരു ലോങ് ഡേ ആയിരുന്നു. ഇന്നലെ ഒരു ലോങ് ഡേ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നലെ കാര്യമായിട്ട് എവിടെയും പുറത്തു പോകുന്നു ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാല്, സാറ്റർഡേ നമ്മൾ പുറത്തു പോവുക, എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. സൺഡേ നമ്മൾ ഒരു ഫാമിലി ഡേ ഒക്കെ എടുത്തിട്ട് വീട്ടിലിരിക്കുക, ചെറിയ നടത്തത്തിന് പോവുക, അങ്ങനെയൊക്കെ ചെയ്യാറ്. അപ്പോൾ നമുക്കിവിടെ പാർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റോ എവിടെയെങ്കിലും നടന്നിട്ട് വരാം. കഴിഞ്ഞ മാസം ഞാൻ വ്ളോഗില് ഈ ഒരു പെർഫ്യൂമിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇത് സാറയുടെ ഒരു വീക്കെൻഡ് എഡിഷൻ ആണ്. സൺകിസ്ഡ് ബനാന എന്ന് പറഞ്ഞിട്ട് ഒരു ബനാന സ്മൂതിയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് എന്നുള്ളത്. ഇത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി, ഞാൻ എടുത്തു. പക്ഷെ ആർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ആരും അത് അപ്രൂവ് ചെയ്തില്ല എന്നുള്ളത്. പക്ഷെ ഇത് അടിച്ചിട്ട് ഞാൻ ജിമ്മില് ഒരു 3 ദിവസം എന്തോ പോയി. 3 ദിവസം എനിക്ക് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പെർഫ്യൂം ഏതാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ വലിയൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ കേട്ടോ, സൺകിസ്ഡ് ബനാന എന്ന് പറഞ്ഞിട്ട് ഈ ഒരു യെല്ലോ ബോട്ടിൽ വരുന്ന സാറയുടെ വീക്കെൻഡ് എഡിഷൻ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി വെക്കൂ. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് വാങ്ങി നോക്കി വെക്കും. കാരണം നമുക്കിങ്ങനെ ഈ കാര്യത്തില് കോംപ്ലിമെന്റ്സ് കിട്ടുമ്പോൾ രസമുള്ള കാര്യമുള്ളൂ. യൂസ് സ്മെൽ ഗുഡ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ എത്ര അടിക്കണം പോവാം. ഇപ്പൊ തണുപ്പൊക്കെ കുറച്ച് മാറിയോണ്ടേ ഓൾറെഡി സൺസെറ്റ് ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്പ്രിംഗ് സീസൺ ആയില്ലേ? ഒരു 7 മണി 7:15 ആവുമായിരുന്നു ഇരുട്ടാവാൻ വേണ്ടിയിട്ട്. ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ഡേ ലൈറ്റ് സേവിങ് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഇനിയും 1 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഇന്ന് ഇരുട്ടാവുക. അതായത് ഒരു 8 മണി 8:15 8:30 ആവുന്നുണ്ടായിരിക്കും ഫുള്ളി അങ്ങോട്ട് ഇരുട്ടായിട്ട് വരാൻ. ഇനി മുന്നോട്ട് പോകുന്തോറും അത് പിന്നെയും കുറഞ്ഞ് ലേറ്റായി 10 മണി 10:30 വരെയൊക്കെ രാത്രി വെളിച്ചം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടർക്കി ഷോപ്പിലേക്കാട്ടോ പോണത്, ഇവിടെ അടുത്തുള്ളത്, ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അത്യാവശ്യം പ്രോട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡയറ്റിൽ ചേർത്ത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കുറച്ച് അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടർക്കി ഷോപ്പിൽ നമ്മൾ വാങ്ങിക്കാറ്. ആൽബർട്ടൈൻ്റെ ചിക്കൻ്റെ വില ഉണ്ടല്ലോ, ഒരുമാതിരി കൊള്ളലാഭം പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ് ഒരു നോർമൽ റേറ്റിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് ടർക്കി ഷോപ്പിൽ നിന്നാണ് ഒട്ടുമിക്ക എല്ലാവരും മേടിക്കാറ്. ചിക്കൻ വാങ്ങി ടർക്കി ഷോപ്പിൽ നിന്ന് ഇനി വിടാം. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് കേൾക്കുന്നില്ലേ? യുവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ അത്. എത്ര കരഞ്ഞലമ്പിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പാട്ട് വെച്ച് കഴിഞ്ഞാലും അതിലങ്ങോട്ട് ആസ്വദിച്ച് ലയിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു പാർക്കിൽ വന്നു കേട്ടോ. സഞ്ജേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണിത്.
ഇവിടെ ഇന്ന് ആക്ച്വലി അത്ര നല്ല വെതറല്ല, അതുകൊണ്ടാണ് വണ്ടികളും കാറുകളും ഒക്കെ കുറവാണ്. അല്ലെങ്കിൽ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ ഇവിടെ പാർക്ക് ചെയ്ത് നടക്കാൻ വരെ. ഇവിടെ കുറച്ച് ഇങ്ങനെ ജിംനാസ്റ്റിക് പരിപാടി, സൂംബ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നതാണ് കേട്ടോ. ഇന്ന് പക്ഷെ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. നമ്മുടെ ബാക്കിലുള്ള ആ മരത്തിൻ്റെ മുകളിൽ കണ്ടോ കിളികൾ നെസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ അല്ലേ, നമ്മളിങ്ങനെ ഭയങ്കര വിജനമായ ഒരു സ്ഥലത്ത് കൂടെ നടക്കുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട് പൊതുവെ. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ വെതറൊന്നും അത്ര നല്ലതല്ലോ, നല്ല തണുപ്പുണ്ട്. യുവിക്ക് തണുപ്പൊന്നുമില്ല. അപ്പോൾ എല്ലാം നടന്ന് ഫുൾ റൗണ്ട് അടിക്കണില്ല, കാരണം എനിക്ക് ചെവിയിലൊക്കെ ഭയങ്കര കാറ്റടിക്കണം. ഈ സൈഡിൽ ഫുൾ ലേക്കാണേ, അപ്പം അതുകൊണ്ട് എല്ലാം നടന്ന് വീട്ടിൽ പോകും അല്ലേ. പൂക്കളൊക്കെ പൂത്തൊക്കെ നോക്ക്. ഇവിടെ ക്യുക്കൻ ഓഫ് തുടങ്ങാനായി തോന്നണു. മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് ഓണാവും. ഈ ക്യുക്കൻ ഓഫ് നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്താട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് അവിടെ പോവാറില്ലേ എന്നുള്ളത്. ഞാനവിടെ പോയിട്ടുണ്ട് 2-3 തവണ. വിഷ്ണു ഒരു തവണ അല്ലേ. പക്ഷെ അതിൽ കൂടുതൽ അവിടെ പോവാൻ മാത്രം പൂക്കൾ അത്രത്തോളം എൻജോയ് ചെയ്യുന്ന 2 ആൾക്കാരല്ല നമ്മൾ. ഞാനിങ്ങനെ ആരെങ്കിലും വരുമ്പോഴൊക്കെ അവരിപ്പം പോകണം കമ്പനിക്ക് എന്നുണ്ടെങ്കിൽ പോകാൻ എനിക്കിനിയും കുഴപ്പമില്ല, വിഷ്ണു അത് പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു 5-8 മിനിറ്റേ ഉള്ളൂ ട്യൂലിപ്സിൻ്റെ. വലിയ സംഭവമില്ലേ ഇവിടുത്തെ. അപ്പോൾ ക്യുക്കൻ ഓഫ് എന്ന് പറയും, അത്രയേ ഉള്ളൂ. 10 മിനിറ്റിൻ്റെ താഴെ അല്ലേ. യാ, അപ്പോൾ അങ്ങനെ അതൊക്കെ തുടങ്ങാനായി. ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട തവണ ട്യൂലിപ്പിൻ്റെ നടുവിൽ നിന്നും കൊണ്ട്. പൊതപ്പോയി. ഒരാളിവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ, തണുപ്പ് കാരണമാണ്. തണുത്തിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ തിരിച്ചു നടന്നു. ഞാൻ ഗ്ലൗ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ തിരക്കേടില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ 9 ഡിഗ്രി ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല കാറ്റ്. അതുകൊണ്ട് ഫീൽഡ്സിലേക്ക് അതിലും താഴെ ഇരിക്കും. എങ്ങനെയുണ്ട് കാറിലെത്തിയിട്ട് കാണാട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റാണ് കേട്ടോ ഇത്. ഇവിടെ ഫുള്ള് ചെറി ബ്ലോസം ആണ്. ഈ ഒരു വീക്കും കൂടെയാണല്ലോ ചെറി ബ്ലോസം ഉള്ളൂ. അപ്പോൾ നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ചെറി ബ്ലോസം നമുക്കൊരു കഷ്ടി 2-2.5 ആഴ്ചയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇതിന് വേണ്ടി പാർക്കുകളുണ്ട് ഇവിടെ, പക്ഷെ ഭയങ്കര തിരക്കായിരിക്കും വീക്കെൻഡ്. ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല കേട്ടോ. ഇത്തവണ പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണമെന്നുണ്ട്. എടോ അതിനെ ഉപദ്രവിക്കല്ലേടോ, ഉപദ്രവിക്കല്ലേ. എന്തിനാ അതിനെ ഉപദ്രവിക്കണ വിഷ്ണു? എന്നെ ഉപദ്രവിക്കല്ലേ. ഞാനിവിടെ ഒരു പബ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഓൾറെഡി അതിൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളിലെ ചിക്കൻ്റെ ഫില്ലിങ്. ഈ ഒരു പബ്സ് ഭയങ്കര വൈറലായിട്ടുള്ളൊരു പബ്സ് അല്ലേ. അപ്പം എനിക്കിത് ഉണ്ടാക്കാൻ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ റോസിൻ്റെ വീഡിയോയുടെ വെച്ച സമയത്ത് വിഷ്ണു അത് കാണുകയുണ്ടായി. വിഷ്ണുവിന് വായിൽ വെള്ളം വന്നു പബ്സ് കണ്ടിട്ട് അല്ലേ. പക്ഷെ എൻ്റെ അത്ര ഷേപ്പ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അത്ര എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല അത്ര ഭംഗിയിൽ മടക്കി ഉണ്ടാക്കാൻ. ഇത് ഫ്ലവർ തന്നെയാണ്. ഈ ഫ്ലവർ മതി, ഈ ഫ്ലവർ മതി എനിക്ക്. ഇത്ര ഫ്ലവർ ഇച്ചാൽ മതി ഇതാ. അപ്പൊ ഇതൊന്ന് വെക്കട്ടെ. ഫ്ലവറാണ്. എനിക്ക് നല്ല പപ്സ്. ഡിന്നർ കഴിഞ്ഞു, നല്ല ഉറക്കം വരുന്നുണ്ട്. ആ മുഖമാണ് കേട്ടോ അത്. ഓ ഇപ്പൊ കടുത്ത് വെച്ചാ ആ ഷേപ്പ് അത്ര പോരാന്ന് പറഞ്ഞുകൊണ്ട് അറ്റും മൂലയൊക്കെ വലിച്ചു നീട്ടി നമ്മളിതേ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ പപ്സ് അവനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് യുബീനെ കിടത്തേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ പോയി അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടത്തട്ടെ. ഇത് നമുക്ക് കാണാം. ഉറങ്ങാൻ വരുന്ന സമയമായി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് യുവിക്ക് ഇത്രയും എനർജി കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബെഡിൽ അങ്ങോട്ട് കിടത്തി സ്ലീപ്പ് ബാഗിലോട്ട് ഇട്ട് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ കയ്യും കാലും ഒക്കെ ഇട്ട് അടിച്ച് ഉറക്കെ കളിക്കുന്നത് കാണാം. കുറേ ശബ്ദമൊക്കെ ഉണ്ടാക്കി ചീറി രസമാണ് ആ സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ യുവി തന്നെ ക്ഷീണിക്കും, പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കാണാം. യുവിനെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മുന്നത്തെ പോലെ കിടത്തി കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് ഉറങ്ങലില്ല, കുറച്ച് സമയമെടുക്കും. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവൻ ആ ബാസ്നെറ്റിൽ നിന്ന് അവന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ഇപ്പം കമന്നും ചെരിഞ്ഞും മലന്നും ഒക്കെ കിടന്നുറങ്ങുന്നത്. അപ്പം താഴത്തെ ക്രിബ് നമുക്ക് മുകളിലോട്ട് എത്തിക്കണം. വിഷ്ണുവിന്
കരയുന്നുണ്ട്. വിഷ്ണുവിനെ പിടിക്കാൻ വയ്യല്ലോ, നടുവിന് ഇഷ്യൂ ഉള്ളത് കാരണം വിഷ്ണു അങ്ങനെ വെയിറ്റ് ഒന്നും ഇപ്പം അധികം എടുത്തു തുടങ്ങിയിട്ടില്ല ഇപ്പോഴും. അപ്പം അതുകൊണ്ട് സഞ്ചേട്ടനും പ്രതു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കരയും. ഞാനിവിടെ ഇടയ്ക്ക് എഗ് പബ്സ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഗീതുവിനും ഭയങ്കര ഇഷ്ടമാണ് എഗ് പബ്സ്. പക്ഷെ അധികം ഞാനത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാറ്. അത് കുറച്ചും കൂടെ പെട്ടെന്നാവും. ഇത് പിന്നെ ഞാൻ കുറച്ച് അധികം ഉള്ളത് കാരണം ഞാൻ ഒന്ന് ഓവനിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. വലിയ തിരക്കേടുണ്ടായിരുന്നില്ല, കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഷേപ്പില്ലെങ്കിലും പബ്സ് പക്ഷെ കുറച്ചൊന്ന് ഡ്രൈ ആയി പോയി, കുറച്ച് അധികം നേരം അവനിലിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ആ ഉള്ളിലെ ഫില്ലിങ് ഇന്നലെ ഉണ്ടാക്കി വെച്ചപ്പോൾ കുറച്ച് നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത്ര ഡ്രൈ ആക്കേണ്ടരുതെന്ന് എനിക്ക് തോന്നുന്നു. വി ലേൺ ഫ്രം മിസ്റ്റേക്സ്. ഇല്ല, ഓവൻ ഓഫ് ചെയ്യാൻ മറന്നു. ഓഫ് ചെയ്യോ? ഞാൻ കുളിച്ചിട്ട് വരാം ഒന്ന്. അങ്ങനെ നമ്മുടെ ഞായറാഴ്ച പരിപാടികളൊക്കെ ഏകദേശം തീർന്നു. മീൽ പ്രപ്പിംഗ് നമ്മൾ ഞായറാഴ്ചയിൽ നിന്ന് എടുത്തു മാറ്റാനുണ്ടായ റീസൺ വിവരിക്കുന്നതാണ് വിഷ്ണു അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ. നമ്മൾ പ്രോസസ് ചെയ്ത് നോക്കിയപ്പോൾ ഫുൾ മീൽ ഉണ്ടാക്കണ്ടെന്നല്ല നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ ഫുൾ മീൽ ഇടുന്ന കറിയും എന്താ പറയുക, ഉറക്കെ പറയാ കുറച്ച്. അല്ല, ഫുൾ മീൽ ഞായറാഴ്ച ഇരുന്ന് ഉണ്ടാക്കുമ്പോഴേ ഭയങ്കരമായി സമയം നമുക്ക് അതിൻ്റെ വീക്കെൻഡ് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകണം മൊത്തത്തില്. നമ്മള് മീൽ പ്രപ്പ് വേണ്ടെന്നല്ല, ഒന്ന് റിഫൈൻ അല്ല. പിന്നെ വേറൊന്നുണ്ട്, നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ് കുറച്ച് മാറി. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ സാലഡ്സ്, പ്രോട്ടീൻ. നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഞാനൊരു കമന്റ് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയായിരുന്നു, തുടക്കത്തിൽ നമ്മൾ വന്നതിനേക്കാളും ഇപ്പോൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് അവരുടെ ഭാഗത്തുണ്ട കമൻ്റ് ആയിരുന്നു, ഇത് ഒരു ഭയങ്കര സംഭവമായിട്ട് ശരിക്കും പറയാൻ മാത്രം ഉണ്ടോ? കാരണം അവർ നാട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് പോലും ഇല്ലാതെ കുട്ടിയുടെ എല്ലാ കാര്യവും അവർ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ഇത്ര വലിയൊരു കാര്യമാണോ എന്ന്. വലിയ കാര്യം നമ്മൾ എവിടെയും പറയുന്നില്ലല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് അപ്പൊ പറയാൻ തോന്നിയത് ഇതൊരു വലിയ കാര്യമായിട്ടല്ല നമ്മൾ പറയണത്. നമ്മുടെ ഓരോ എക്സ്പീരിയൻസസ്. യുവീനെ നോക്കുന്നത് ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ജോബായിട്ടല്ല പറയണത്. പക്ഷെ ഞങ്ങൾക്ക് യുവീനെ ആദ്യം നോക്കാൻ തുടങ്ങിയപ്പം യുവീനെ നോക്കലും വീട്ടിലെ ജോലിയും നമ്മുടെ പ്രൊഫഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു ബാലൻസ് ഇനീഷ്യലി കിട്ടുന്നുണ്ടായിരുന്നില്ല. ചിലവർക്ക് ഡേ 1 കിട്ടുമായിരിക്കും, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ജോലിനെ ഇറക്കി യുവി കരയുമ്പോൾ യുവീനെ പോയി നോക്കുക, തിരിച്ചു വരിക, വീട്ടിലെ കുക്കിംഗ് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടുപേരും ഈക്വൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു, ഈക്വൽ തന്നെയൊക്കെ ചെയ്തു. പക്ഷേ രണ്ടുപേരും ഈക്വലി ഓടിയിട്ട് പോലും നമുക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അവർ യുവിക്ക് ഇടയ്ക്കിടയ്ക്ക് കരയും. അപ്പം അവൻ ചെറുതാണ് കുറച്ചും കൂടെ ആ സമയത്ത്. അപ്പോൾ അവന് കൂടുതൽ അറ്റൻഷൻ വേണം, അവന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കും, ബാക്കി കാര്യങ്ങളിൽ അറ്റൻഷൻ കുറയും. അപ്പം ചിലവർക്കത് ഈസി ആയിരിക്കാം, കാരണം അവർ മേ ബി പലതും ഇതുപോലത്തെ സിമിലർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അവർക്ക് ഈസി ആയിരിക്കും. നമ്മളൊരിക്കലും ഇത് പറയുന്നത്, ഇത് ഞങ്ങൾ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്, നിങ്ങളിത് കണ്ട് എഴുന്നേറ്റ് കൈയടിക്കണം എന്നല്ല. അങ്ങനെയല്ലോ ഞാൻ കമന്റ് ചെയ്ത ആളുടെ പെർസ്പെക്റ്റീവ് ആലോചിക്കുക. അവർക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. അല്ല, ഞാനിതാണ് പറയുന്നത്. ഇപ്പോൾ ആൾക്കാർ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന നമ്മളിപ്പോൾ നീ നിന്റെ വീഡിയോയിൽ നമ്മൾ യുവീനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാനേജ് ചെയ്യുന്നത് ഏറ്റവും സൂപ്പർ അടിപൊളിയാണെന്നും, അല്ലെങ്കിൽ ഞങ്ങൾ പണ്ട് ഭയങ്കര വലിയ ഡിഫിക്കൽട്ട് കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അല്ലല്ലോ എൻ്റെ ഉദ്ദേശം. നമ്മൾ കാണിക്കുന്നതിന്റെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ, നമ്മുടെ പെർസ്പെക്റ്റീവ് കാണിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇനീഷ്യലി ഇത് ഒരു ഡേ 1 തന്നെ ഞങ്ങൾ ഇതിലൊരു അടിപൊളി ആൾക്കാരായിട്ടല്ല ഞങ്ങൾ തുടങ്ങിയത്. അച്ഛനമ്മി പോയതിനു ശേഷമാണ് ഞങ്ങളുടെ റിയൽ ജോലി തുടങ്ങിയത്. പക്ഷെ അച്ഛനമ്മി പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നാട്ടിൽ പോയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് അധികം ദിവസം മാനേജ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് ആക്ച്വൽ തിങ് കഴിഞ്ഞ 3 മാസമായിട്ട് ഡിസംബർ ലാസ്റ്റ് തൊട്ടിട്ട് കഴിഞ്ഞ ടിൽ ഡേറ്റാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് യുവീനെ ഫുള്ളായിട്ട് മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ജേർണി ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡേ 1 ഡേ 2 നോക്കുമ്പോൾ ഡേ 2 ബെറ്ററാണ്, ഡേ 3 ബെറ്ററാണ്. അങ്ങനെ നമ്മുടെ മിസ്റ്റേക്സൊന്നും നമ്മൾ റിഫൈൻ ചെയ്തെടുത്തിട്ടുമാണ് തോന്നിയത്. ഫോർ എക്സാമ്പിൾ തുടക്കത്തിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ മീൽ പ്ലാനിങ് തുടങ്ങി. മീൽ പ്ലാനിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ഏകദേശം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ മീൽ ഉണ്ടാക്കുന്നത്, ഫുൾ മീൽ ഒരാഴ്ചത്തേക്കുള്ളത്. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് സാറ്റർഡേ മാത്രമേ വീക്കെൻഡ്, കാരണം സാറ്റർഡേ ഇല്ല, കാരണം ഗ്രോസറി സാറ്റർഡേ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകും. പിന്നെ സൺഡേ ഒരു 11-12 ആയി തുടങ്ങണം ഈ പരിപാടി. പിന്നെ ഇത് നിർത്തുമ്പോഴേക്ക് 6 മണി 7 മണിയാവും. അത് കഴിഞ്ഞാൽ കിച്ചൺ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും സൺഡേ തീർന്നു. അപ്പോൾ നമുക്ക് തോന്നി ഇതെങ്ങനെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഓക്കെ ഫൈൻ, ഫുഡുകൾ കുറച്ച് നമുക്ക് റോളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാറാം. അല്ല, അത് മാറാനുള്ള ഒരു റീസൺ കുക്കിംഗ് കുറയ്ക്കാൻ മാത്രമായിരുന്നില്ല, നമ്മൾ രണ്ടുപേരും ഡയറ്റ് ചെയ്യാന്ന്. ഡയറ്റിംഗ്, ഞാൻ ഡയറ്റിംഗ്, വിഷ്ണു കുറേ ലൈഫ് സ്റ്റൈൽ. ഞാൻ ഡയറ്റിംഗ് ആണ് കുറച്ച്. ഞാനങ്ങനെ ഭയങ്കര ഡയറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം വിഷ്ണു ഇപ്പോൾ വെയിറ്റ് ലോസ് നോക്കുന്നില്ല, ഞാൻ വെയിറ്റ് ലോസ് നോക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങൾ കുറച്ച് മാറ്റിയപ്പോൾ കുക്കിംഗ് കുറച്ച് മാറ്റി. അപ്പോൾ പിന്നെ ഈവൻ റോളിൻ്റെ സാധനങ്ങൾ ഫുള്ളി ഇപ്പോൾ നമ്മൾ സൺഡേ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ മാത്രം വേവിച്ച് വെക്കും. അപ്പം സോ ദാറ്റ് മറ്റേ ഇപ്പോൾ പിന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ പിന്നെ എനിക്ക് തോന്നി വീക്ക് ഡേയ്സ് തന്നെ വൈകുന്നേരം കുക്ക് ചെയ്യേണ്ട സാധനം ഉച്ചയ്ക്ക് 1 മണിക്കൂർ എടുത്തിട്ട് ഒരു സ്റ്റേജ് തീർത്ത് വെക്കും. ഇപ്പോൾ വൈകുന്നേരം നമുക്ക് ഒരു ചെറിയ സ്റ്റേജ് പെൻഡിങ് ഉണ്ടാവുള്ളൂ. ലൈക്ക് ഫോർ എക്സാമ്പിൾ റോള് ഫില്ല് ചെയ്യുക. അല്ലാതെ നമുക്ക് ഫുള്ള് ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഉച്ചയ്ക്കൊക്കെ 1 മണിക്കൂറൊക്കെ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ സമയം കണ്ടെത്തിയാൽ സൺഡേസിൽ കുറേ സമയം നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ തോന്നിയതാണ്. അപ്പം ബേസിക്കലി ഞങ്ങൾക്ക് ഇതൊരു പ്രോസസ്സായിരുന്നു. ചിലർക്ക് ഇത് പ്രോസസ്സ് അല്ലാതെ ഡേ 1 തന്നെ ഇതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ. യുബീനെ നോക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നല്ല കേട്ടോ. ഞങ്ങളുടെ ജോലി യുബീനെ നോക്കൽ മാത്രമായിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ജോലിയും ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, യുബീനെ നോക്കണം. പിന്നെ നമുക്ക് നമ്മുടേതായ ചെറിയൊരു ഫണ്ട്, അതായത് ജിമ്മ് പോകലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകലോ, അങ്ങനത്തെ ഒരു കാര്യത്തിനും സമയം കണ്ടെത്തണം. കാരണം നമ്മുടെ റോബോട്ട്സ് ഒന്നല്ലല്ലോ. ഇടയ്ക്ക് നമ്മുടെ ഫോക്കസ് മാറ്റിയിട്ട് ചെറിയൊരു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് തോന്നുമല്ലോ. പക്ഷെ ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ സമയം കണ്ടെത്താൻ മാത്രമല്ല, പേഴ്സ്പെക്റ്റീവിൽ മാറ്റം വന്നു. കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു, കുറേയൊക്കെ നമ്മൾ മാറ്റി ചിന്തിക്കാൻ പഠിച്ചു, കുറേയൊക്കെ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യാൻ പഠിച്ചു. അതെല്ലാം കൂടെ ഇപ്പം നമുക്ക് സമാധാനം കൂടുതലാണ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു യു വെള്ളമുണ്ട്. യു വെള്ളമാകുമ്പോൾ യു കുറച്ചുകൂടെ സോളിഡ്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് കഴിക്കുന്ന ഫ്രീക്വൻസി കുറഞ്ഞു. അതിനേക്കാളൊക്കെ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, തുടക്കത്തിൽ ഇത് കുറേ ഒരു മെഷീൻ വർക്കായിരുന്നു. നമ്മളൊരു കുട്ടീനെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് കുറേ ഇമോഷൻസും റെസ്പോൺസും തിരിച്ചു കിട്ടുമ്പോൾ കുറേ കാര്യങ്ങളുടെ എഫേർട്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളത് ഭയങ്കര ഈസിലി ചെയ്യാണ്. ലൈക്ക് പണ്ട് ഞാൻ യുവിനെ ഉറക്കാന്ന് പറയുന്നത് ഒരു പ്രോസസ് ആയിരുന്നു. കാരണം യുവി കരച്ചിൽ മാത്രമേ ഉള്ളൂ. യുവി എന്നോട് കളിക്കാൻ വരില്ലോ അല്ലെങ്കിൽ ഒന്നുമില്ല. യുവി കരയും, ഞാൻ യുവിനെ ഉറക്കാൻ നോക്കും, ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ യുവിനെ ഉറക്കാൻ പോകാന്ന് പറയുന്നത് എനിക്കൊരു അതൊരു അടിപൊളി ഫീലിംഗ് ആണ്. കാരണം അവൻ ഉറക്കാൻ പോകുമ്പോൾ ഞാൻ അവനോട് കുറേ നേരം കളിക്കും, അവൻ കുറച്ചിരിക്കും, ബഹളം ഉണ്ടാക്കും ഞങ്ങൾ. അതെല്ലാം കണ്ടി ലാസ്റ്റാണ് ഞാൻ അവനെ ഉറക്കുക. അപ്പോൾ അതിലൊരു ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ ചുമ്മാ ഞാൻ ഒരാളെ ഉറക്കി കിടത്തിയിട്ട് വരികയല്ല, അവനെ കളിപ്പിച്ച് അവൻ കുറച്ച് ടയർഡാവും. അപ്പോൾ അവന് ഉറങ്ങാൻ തോന്നും. അപ്പം അവൻ കരയും. അപ്പോൾ എനിക്ക് മനസ്സിലാവും അവന് കുറച്ച് പാലോ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ അവന് പാല് കൊടുത്താലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതേ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ശരിക്കും അത്. കാരണം അവനെ ഇങ്ങോട്ട് ഇമോഷൻസ് കാണിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കത് അങ്ങോട്ട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അത് വലിയൊരു സംഭവം പോയിന്റ് ആണ് ആക്ച്വലി. ഇപ്പൊ അവന് ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡ് ഇഷ്ടപ്പെട്ട ഫുഡില് ശബ്ദം ഉണ്ടാക്കും. അപ്പൊ നമുക്ക് അടുത്ത സമയം ഫുഡ് കൂടുതൽ നന്നാക്കി ഉണ്ടാക്കാനും എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാട്ടെ അത് നമ്മൾ അറിയാതെ നമ്മുടെ വന്നു പോകും. പണ്ട് നമ്മൾ പാല് മാത്രം കൊടുക്കണു, എല്ലാ പ്രാവശ്യം പാല് കൊടുക്കുമ്പോൾ പാല് കുടിക്കുന്നു, അല്ലാതെ ഒരു റിയാക്ഷനോ ഒന്നും അവർ തരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഇപ്പൊ നമ്മൾ പാലല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ അവൻ ഭയങ്കര ഒരു സൗണ്ട് ഉണ്ടാക്കും. പിന്നെ പുറത്ത് പോയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ചാടി വരിക, നമ്മുടെ മുഖത്ത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവൻ ഉറക്കത്തിൽ കരയുകയാണെങ്കിലും നമ്മൾ പാല് കുടിക്കാൻ മുന്നേ എണീറ്റ് ഉറക്കത്തിൽ നിന്ന് പാല് കൊടുക്കുമ്പോൾ അവരും ഭയങ്കര സന്തോഷത്തിൽ എണീറ്റ് പാല് കൊടുക്കുന്നില്ല. പക്ഷെ ഇപ്പൊ അവൻ മുഖത്ത് ഇങ്ങനെ തലോടും. അപ്പൊ അതൊക്കെ നമുക്കൊരു ഇമോഷൻ. നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമ്മൾ സ്നേഹാഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഗുഡായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് ദിവസം. അങ്ങനെയൊക്കെ പോകുന്നു അല്ലേ. ഇനി ഇന്ന് പ്രത്യേകിച്ച് ഡിന്നറൊന്നുമില്ല. നമ്മൾ ഈ ഒരു പബ്സിൽ തന്നെ ഒതുക്കും. ഞാൻ എൻ്റെ പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു. വിഷ്ണു കുടിച്ചോ? ഞാൻ കുടിച്ചു. ഇനി രാത്രി ഇല്ല, ഞാൻ പാലില്ല കുടിച്ച. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്ത് വേണം എന്നുള്ളത് കുടിച്ചാൽ മതി. അപ്പം ഇന്ന് ആക്ച്വലി എനിക്ക് ജിമ്മുണ്ടായിരുന്നു, ഞാൻ മുങ്ങിയതാണ്. പക്ഷെ നാളെ ഞാൻ മുങ്ങില്ല. നാളെ അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ കുറച്ച് സെൽഫ് കെയർ പരിപാടിയിലോട്ടൊക്കെ കിടക്കട്ടെ. അപ്പോൾ ടാറ്റ വിഷ്ണു. വളരെ സന്തോഷവും സൗഹൃദത്തോടു കൂടിയും ഇത്രയും നീണ്ട സംഭാഷണം ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതിന് ഈ ഒരു പപ്സ് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പോയിട്ട് ഇനി എൻ്റെ കുറച്ച് സെൽഫ് പാമ്പറിങ് പരിപാടിയിലോട്ട് കിടക്കട്ടെ. പാമ്പറിങ് എന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല. നമുക്കൊരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു മെയിൻ്റനൻസ് പരിപാടികളുണ്ടായിരിക്കുമല്ലോ എല്ലാ ആഴ്ചയും. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എൻ്റെ ഫേസിലെ ഹെയറൊക്കെ ഒന്ന് ഷേവ് ചെയ്യുക. ഞാനിപ്പോൾ ഡെയിലി ഒരു ഫേസ് പാക്ക് ഇട്ടാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. മുന്നേ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കര ഗുഡായിരുന്നു. അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഫേസ് പാക്കൊന്നുമല്ല, നമ്മൾ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ കുഞ്ഞു
കിച്ചൺ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഞാൻ മുന്നേ 1-2 തവണ കണ്ടിന്യൂസ് ആയിട്ട് 1-2 വീക്സ് ഒക്കെ ട്രൈ ചെയ്തപ്പോൾ നല്ല ചേഞ്ച് സ്കിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നോട്ട് തുടങ്ങിയാലോ എന്ന് അങ്ങനെ ആലോചിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് ഉച്ചയ്ക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എനിക്കിഷ്ടമാണ് അങ്ങനത്തെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഇടുന്ന പരിപാടി മുന്നേ തൊട്ടേ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഫേസൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് ഒന്ന് കുളിച്ച് വൃത്തിക്ക് വരും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിഗംഭീരമായി റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സൺഡേ കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ പരിപാടിയിലോട്ട് നമുക്ക് കിടക്കാം. ഫേസ് പാക്ക് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് റൈസും ഹണി യോഗട്ടും മാത്രമാണ്. ഇത് എൻ്റെ സ്കിന്നിൽ ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലെയർ ഇട്ട് ഒരു 20 മിനിറ്റ്സ് ഇരുന്ന് നല്ല കുളിച്ച് ഫ്രഷായിട്ട് വരാം. ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് നല്ല വിശദീകരിച്ചൊരു കുളിയൊക്കെ കഴിഞ്ഞു. ഇത് അൽക്ക കൊണ്ടുവന്ന ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഫേസ് മാസ്ക് അതോ ഫേസ് ഷീറ്റ്, അവർ ജപ്പാനിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കൊണ്ടുവന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ രാത്രി കുളി. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബെഡിലോട്ട് ഫ്രഷായിട്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. വിഷ്ണു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുകളിൽ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. വിഷ്ണു എല്ലാ ദിവസവും രാത്രി എന്തെങ്കിലുമൊക്കെ നോളജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് കാണാം കേട്ടോ. ഞാനൊരു മൂവിയൊക്കെ വെച്ച് കുറച്ച് എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒപ്പം ചെയ്തും കൊണ്ട് ഇവിടെ ഇരുന്നു. അത്രയേ ഉള്ളൂ ഒരു ഞായറാഴ്ച. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും കുറച്ച് വലിയ വ്ളോഗായി അല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. ടാറ്റാ.